അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉസ്താദേ, മരണം വരെ ജീവിതകാലം മുഴുവനും നല്ല അന്തസ്സോടെ, ഇസ്സത്തോടെ, ഐശ്വര്യത്തോടെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ യാചിക്കാതെ ജീവിതം ഉണ്ടാകാൻ, ഐശ്വര്യമുള്ള ഒരു ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ദിക്റുകളും ദുആകളും സ്വലാത്തുകളും അദ്കാറുകളും ദിവസേന ചൊല്ലുന്നവരാണ് നമുക്ക്. നാം ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന്റെ 99 പേര് ഉൾക്കൊള്ളുന്ന ഒരു ദുആയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് ലത്തീഫ് എന്ന ഇസ്മ. ലത്തീഫ് എന്ന ഇസ്മിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ പറയുന്നില്ല. ലത്തീഫ് എന്ന ഇസ്മ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, ഖൈറുകൾ ലഭിക്കാൻ, ഐശ്വര്യമുണ്ടാകാൻ എങ്ങനെ ചൊല്ലണം, എത്ര വട്ടം ചൊല്ലണമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാര്, മഹത്തുക്കള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫീ കിതാബി ഹയാത്തുൽ ഹയവാൻ, ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബിൽ കാണാം. ഒമിൻ ഫവായിദിഹി, ലത്തീഫ് എന്ന ഇസ്മിന്റെ ഗുണം പറഞ്ഞ കൂട്ടത്തിൽ, അതിന്റെ ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ, ഫവായിദുകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം. ലിജൽബിൽ ഖൈർ, ഖൈറുകളെ ജീവിതത്തിൽ ഉണ്ടാകാൻ, പെട്ടെന്ന് ഖൈറുകൾ ലഭിക്കാൻ, ഐശ്വര്യമുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ, വൽ ബർക്ക, അതേപോലെ തന്നെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ. ജീവിതത്തില് നമുക്ക് മരണം വരെ ഉണ്ടാകേണ്ട ഒന്നാണ് ബർക്കത്ത്. ബർക്കത്തുള്ളൊരു ജീവിതം. ജീവിതത്തിൽ ബർക്കത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എപ്പോഴും കഷ്ടപ്പാടുണ്ടാവും, എപ്പോഴും പ്രയാസം ഉണ്ടാവും, എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, എപ്പോഴും രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി നാം എന്ത് ചൊല്ലണം? തഖൂലുഹു യാ ലത്തീഫ് എന്ന ഇസ്മ അഖിബ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരങ്ങൾക്കും ഉടനെ 129 തൊട്ട് എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലണം. അതും വലത് കൈ നെഞ്ചിൽ വെച്ച് ചൊല്ലിയാൽ വളരെ നല്ലത്. അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു ആയത്ത് മഹത്തുക്കളെ നമ്മെ പഠിപ്പിക്കുന്നു. സുമ്മ തഖൂൽ അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ ഹുവൽ ഖവിയ്യുൽ അസീസ്. അത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി, അല്ലാഹു തന്റെ അടിമകൾക്ക് കാര്യങ്ങളെല്ലാം എളുപ്പം ചെയ്തു കൊടുക്കുന്നവനാണ്. യർസുഖു മൻ യശാഉ, അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകും, റിസ്ക് നൽകും. ഹുവൽ ഖവിയ്യുൽ അസീസ്, അതിരിക്ക് അല്ലാഹു കഴിവുള്ളവനും പ്രതാപമുള്ളവനുമാണ്. അപ്പൊ ഈ ദിക്ർ, ഈ ആയത്ത് ഒരു വട്ടം ചൊല്ലുക, 129 വട്ടം ചൊല്ലുക. അപ്പൊ ഇത് എല്ലാ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം നാം പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നമുക്ക് തരൂല. ജീവിതത്തിൽ പ്രയാസങ്ങളും, വിഷമങ്ങളും, ദുഃഖങ്ങളും, സങ്കടങ്ങളും, രോഗങ്ങളും ഒക്കെ അള്ളാഹിന്റെ ഒരു പരീക്ഷണമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള ഈമാന് കുറഞ്ഞ ആളുകളാണ് നമുക്ക് ഈമാനും തവക്കുലും തഖ്വയും ഇഖ്ലാസും ഇല്ലാത്ത ചണ്ടിച്ചവറുകളാണ്. അപ്പൊ നാം ദിക്റുകൾ, അള്ളാഹുവിലേക്ക് മടങ്ങുക, ദിക്റുകൾ ധാരാളം ചൊല്ലുക. മഹാന്മാര് പറഞ്ഞ ഈ അദ്കാറുകള്, ഈ ഇസ്മുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. നാം അറിയാത്ത ഭാഗത്തിലൂടെ, നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാനുള്ള എല്ലാ ഐശ്വര്യവും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. മരണം വരെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ, പണത്തിനൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ, കടമില്ലാതെ ജീവിക്കാൻ, ബാധ്യതകൾ ഇല്ലാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് വിജയവും സന്തോഷവും ഇസ്സത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും